ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പോളയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിന് നമുക്ക് സോസ് പാനിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ സോസ് പാനൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കുക്കറിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കുക്കറിൽ എങ്ങനെയാണ് ഈ ഒരു ഈസി പോള റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ആ പച്ചമുളകം പോകുന്ന സമയത്ത് നമുക്ക് ഒരു പച്ചമുളക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തത് അതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ 2 സവാള ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതാണെങ്കിൽ 1 മതി കേട്ടോ. അപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇത് ചേർത്ത് കൊടുത്ത ശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പച്ചയും അതുപോലെ തന്നെ ചുവപ്പ് കളറിലുള്ള 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കൂടെ ഏകദേശം ഒരു 1/4 കപ്പ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്ത് എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബീഫ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് ബീഫ് വെച്ചിട്ടാണ് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഫ് മസാലയാണ് ചേർക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയൊക്കെ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീഫോ ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ മുട്ട ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ബീഫ് മസാലയും പിന്നെ മല്ലിയിലയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാനിതിലേക്ക് ബീഫാണ് ചേർക്കുന്നത് കേട്ടോ. ബീഫൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി വരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിൽ നിന്ന് എടുത്തിട്ട് അത് കൈ വെച്ചിട്ട് പിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബീഫോ അല്ലെങ്കിൽ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ വേവിച്ചതോ അങ്ങനെയൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫ് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്കുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഈ ഒരു ബാറ്ററിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് അരികവശമൊന്നും കളയാതെ തന്നെ നമുക്കൊരു 4 എണ്ണം ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ബാറ്ററിൻ്റെ തിക്നെസ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വേണം വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു 4 എണ്ണം എടുത്താൽ മതി. പിന്നെ അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ചില ബ്രെഡ് വലുതായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് എണ്ണത്തിനും കുറവുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. നല്ല റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ്, ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അത് പേസ്റ്റ് രൂപത്തിലൊന്ന് ബാറ്റർ രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് അത് തിക്നെസ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ട. പിന്നെ നല്ല ലൂസായിട്ടാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ 2 ബ്രെഡ് കൂടെ എടുത്തിട്ട് അപ്പോൾ ടോട്ടൽ 6 ബ്രെഡാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലെ കുക്കറിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കുക്കറിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മാവിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാവാണിത്. ഇത്രയും തിക്നെസ്സിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല ലൂസായി പോവരുത്, കുറച്ചൊക്കെ തിക്ക് വേണം. എന്നിട്ട് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് വേറൊരു പാൻ, ഇതുപോലെ പഴയൊരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയ ശേഷം അതിൻ്റെ മേലെയായിട്ട് ഒരു കുക്കർ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ മസാല ഉണ്ടല്ലോ, അതെല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സംഭവം തന്നെ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുക്കറിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ആദ്യം നമ്മൾ ഒഴിച്ചിട്ടുള്ള ഈ ബാറ്റർ ഒന്ന് കുക്കായി വരുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഫില്ലിങ്ങും കൂടെ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തിക്ക് വേണമെന്ന് പറയാനുള്ള കാരണം കേട്ടോ നമ്മുടെ ബാറ്റർ. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചീസ് ഉണ്ടല്ലോ, ആ ചീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പീസ് ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നും ഇല്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമുള്ള കാര്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതെല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ബാറ്റർ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പകുതി ഒഴിച്ചു കൊടുത്താൽ മതി, ബാക്കി പകുതി മുകൾ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ലെവലാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് കുക്കറിൻ്റെ ഈ സൈഡ് പോർഷനിലൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഡെക്കറേഷന് വേണ്ടി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയില വെച്ച് കൊടുക്കാം. ഞാൻ ജസ്റ്റ് തക്കാളി ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെയായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നിങ്ങൾ തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് അടച്ച് വെക്കുന്നത് വിസിൽ ഊരിയിട്ടാണ്, അതിൻ്റെ വെയിറ്റ് ഊരിയിട്ടാണ് നമ്മളിത് അടച്ച് വെക്കുന്നത്. വെയിറ്റ് ഊരിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ടാവും. അതിന് മുകൾ ഭാഗം പൊങ്ങിങ്ങനെ വരുന്ന അതാണ് പരുവം. എന്നിട്ട് വേറൊരു പാനൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഇതൊന്ന് കമഴ്ത്തി കൊടുക്കുക. നമുക്ക് ഒട്ടും കരിയാതെ തന്നെ ഇത് കിട്ടിയിട്ടുമുണ്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിം എന്ന് പറയുമ്പോൾ ചില ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിം ആവും, അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഒന്ന് മൊരിപ്പിച്ചെടുത്തിട്ട് 2 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ അത് നന്നായിട്ട് തന്നെ ഇത് മൊരിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ടുണ്ട്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പോള നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പോളയാണ്. അപ്പോൾ കൂടുതൽ റമദാൻ മാസമൊക്കെ കൂടുതൽ സമയമൊന്നും ചിലവിക്കാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പോളയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചീസിൻ്റെ ആവശ്യം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ചീസൊന്നും ഉണ്ടാവില്ല. ചീസിൻ്റെ നിർബന്ധമൊന്നുമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഏതായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്